ബഗാല അറിയാത്ത ഒരു മലയാളിയില്ല. ഒരുപാട് മലയാളികൾ ജീവിക്കുന്ന, ബിസിനസ് ചെയ്യുന്ന ഒരു മേഖലയാണ് ബഗാല എന്ന് പറയുന്നത്. സൂപ്പർ മാർക്കറ്റ്, മിനി മാർക്കറ്റ്, ഗ്രോസറി ഇങ്ങനെയൊക്കെ ബഗാലകൾ എങ്ങനെ വിജയിപ്പിച്ചെടുക്കാം. ഒരുപാട് പ്രവാസികൾക്ക് ആഗ്രഹമുണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന്. അപ്പം ഇത്തരം ആളുകൾക്ക് നല്ലൊരാശയമാണ് ബഗാല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബഗാല ബിസിനസ് എങ്ങനെ വിജയിപ്പിക്കാം, അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അൻസാർ മുഹമ്മദ് വിദ്യു. ഈയിടത്ത് ദുബൈയിൽ പോയ സമയത്ത് അവിടെ ഒരു 6 സൂപ്പർ മാർക്കറ്റുള്ള ഒരു കണ്ണൂർക്കാരായ കുറച്ച് ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ മറ്റ് കുറേ വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്ന കൂട്ടത്തിൽ അവരവിടെ ചെയ്യുന്ന ബിസിനസ്, മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റുകൾ നടത്തുക എന്നുള്ളതാണ്. അപ്പം ഈ സൂപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി പ്രവാസികളായ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും എങ്ങനെ ഒരു ബഗാല നടത്തി വിജയിപ്പിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒന്ന്, ഒരു ബഗാല നടത്തണമെങ്കിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ആ ബഗാലയുടെ ലൊക്കേഷനാണ്. നല്ല ലൊക്കേഷൻ കിട്ടുക എന്നുള്ളതാണ്. അഥവാ ആളുകൾക്ക് നടന്ന് വരാൻ പറ്റുന്ന ദൂരത്തിലുള്ള, അഥവാ ആളുകളൊക്കെ താമസിക്കുന്നതിനടുത്ത് നടന്നു വരാൻ കഴിയുന്ന ദൂരത്തിലുള്ള ഒരു സ്ഥലം, അതൊരു നല്ല പൊട്ടൻഷ്യൽ ലൊക്കേഷനാണ്. അതൊരു പൊട്ടൻഷ്യൽ ലൊക്കേഷനാണ്. അപ്പം അങ്ങനെയുള്ള നല്ല ഒരു ലൊക്കേഷൻ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അഥവാ ആളുകൾക്ക് പെട്ടെന്ന് അവരുടെ ആവശ്യത്തിന് വരാനുള്ളതാണ് ഗ്രോസറികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബഗാല എന്ന് പറയുന്നത്. അപ്പം ആ നമ്മുടെ കട നിൽക്കുന്നതിൻ്റെ പരിസരത്ത് അത്യാവശ്യം നല്ല താമസക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രൈം ലൊക്കേഷനായിട്ട് ബഗാലയ്ക്ക് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബഗാല അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് ഓരോ കസ്റ്റമറും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു നല്ല 100-200 കസ്റ്റമേഴ്സ് ഡെയിലി വരികയാണെങ്കിൽ ഏത് ബഗാലയും നമുക്ക് വളരെ വമ്പിച്ച വിജയത്തോടു കൂടെ നടത്തിക്കൊണ്ട് പോകാൻ കഴിയും. അപ്പോൾ ഒന്ന് ലൊക്കേഷനാണ്. അപ്പോൾ ഞാൻ ഈ ലൊക്കേഷൻ പറയുന്നത്, ഇപ്പോൾ ഓൾറെഡി ബഗാല ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇനി ലൊക്കേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം പുതിയതായി ഒരു ബഗാല നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അപ്പോൾ അവർ ഇത് നോക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് നല്ല പ്രൈം ലൊക്കേഷൻ കിട്ടുക എന്നുള്ളതാണ്. നമ്പർ 1 അതാണ്. ഏറ്റവും നല്ല ലൊക്കേഷൻ കിട്ടുക എന്നതാണ്. അവിടെയാണ് അതിൻ്റെ വിജയം കിടക്കുന്നത്. വേറെ രണ്ടാമത്തെ ഒന്ന്, നല്ല പ്രൊഡക്റ്റുകൾ, കുറേ വ്യത്യസ്തമായ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വേണമെന്നുള്ളതാണ്. അപ്പം ആളുകൾ അത്യാവശ്യത്തിനാണ് ഈ ഗ്രോസറിക്ക് പെട്ടെന്ന് വരുന്നത്, അല്ലേ? അപ്പോൾ അവർക്ക് ചിലപ്പോൾ സോപ്പായിരിക്കും വേണ്ടത്. അപ്പോൾ ആ സോപ്പ് അവിടെ ഉണ്ടായിരിക്കണം. ചില ആളുകൾക്ക് ബ്രഷ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടാവും, ഒരു ബ്രഷ് വേണം. പെട്ടെന്നൊരു പാൽ വാങ്ങേണ്ടി വരും, പെട്ടെന്നൊരു ലെമൺ വാങ്ങേണ്ടി വരും, പെട്ടെന്ന് വാഷ് ചെയ്യാനുള്ള പൊടി വാങ്ങേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ പരമാവധി നമ്മുടെ ആ സ്പേസിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ വ്യത്യസ്തമായ പ്രൊഡക്റ്റുകൾ അവിടെ വെക്കാൻ സാധിക്കുമോ അത് പരമാവധി എത്തിക്കുക എന്നതാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു കസ്റ്റമർ വരും, നമ്മളോടൊരു പ്രൊഡക്റ്റ് ചോദിക്കും. ആ പ്രൊഡക്റ്റ് ഒരു പക്ഷേ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആ പ്രൊഡക്റ്റ് അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മളവിടെ എഴുതി വെച്ചിട്ട് അതിൻ്റെ സ്റ്റോക്ക് നമ്മൾ ഇറക്കണം. കാരണം ഇതുപോലെ ഇനിയും ആളുകൾ ആവശ്യപ്പെട്ട് വരും. ഇങ്ങനെ ആളുകൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ ഡൈവേഴ്സിഫൈഡ് ആയ പ്രൊഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കണം. ഇതാണ് അതിൽ ഏറ്റവും പ്രധാനം. മൂന്നാമത്തത് കസ്റ്റമർ സർവീസാണ്. നല്ല കസ്റ്റമർ സർവീസാണ് വേണ്ടത്. വരുന്ന ആളുകളെ അറ്റൻഡ് ചെയ്യുക, അവരോട് ലോഗ്യം പറയുക, തമാശ പറയുക, എന്നാ നാട്ടിൽ പോയി വന്നോ, അല്ലെങ്കിൽ എന്നാണ് ആ നാട്ടിൽ പോകാനായല്ലോ, ഇങ്ങനെ അവരെയൊക്കെ അറിയുന്ന, അവരെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളായിട്ട് ആ ബഗാലയിലുള്ള ആളുകൾ മാറണം. അപ്പം അങ്ങനെയുള്ളൊരു കസ്റ്റമർ സർവീസ് കൊടുക്കുന്നിടത്ത് ഓരോ കസ്റ്റമറും പ്രധാനമാണ്. ഈ ചെറിയൊരു ബഗാലയിൽ ഓരോ കസ്റ്റമറും പ്രധാനമാണ്. അപ്പം നല്ല കസ്റ്റമർ സർവീസ് എങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കുക. ഇതിൻ്റെ അനുബന്ധമാണ്. എന്നാലും നാലാമതായിട്ട് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, നമ്മളാണ് ബഗാലയുടെ ഐക്കൺ എന്ന് പറയുന്നത്. വി ആർ ദ ഐക്കൺ. കാരണം ഈ നമ്മുടെ കടയിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും അപ്പുറത്തെ കടയിൽ കിട്ടും, അപ്പുറത്തെ കടയിൽ കിട്ടും. പക്ഷേ ഈ കടയിൽ വ്യത്യസ്തമായിട്ട് ഒന്നേ ഉള്ളൂ, അത് നമ്മൾ അപ്പുറത്തെ കടയിൽ കിട്ടൂല. ആ കടയിൽ പോയാൽ നമ്മളെ കിട്ടൂല, എന്നെ കിട്ടൂല. ഈ കടയിൽ പോയാൽ എന്നെ കിട്ടൂല, ഞാനിവിടെയുള്ളൂ. അപ്പം ഞാനാണ് ഈ ബഗാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അപ്പം എൻ്റെ സർവീസ്, എൻ്റെ പെരുമാറ്റം, ഞാൻ അവരോട് ചിരിക്കുന്നത്, ഞാൻ അവരെ സ്വീകരിക്കുന്നത്, ഞാൻ അവരുടെ വിഷയങ്ങൾ അറിയുന്നത്, അപ്പോൾ ആ കൗണ്ടറിൽ ഇരിക്കുന്നത് ആരാണോ അവരാണ് ഐക്കൺ.
അപ്പോൾ ഓരോ കസ്റ്റമറിനും നമ്മളെക്കുറിച്ച് നല്ല ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു ബകാല ബിസിനസ്സിൻ്റെ വിജയത്തിന് ഏറ്റവും പ്രധാനമായത്. നമ്മളാണ് അവിടുത്തെ ഐക്കൺ എന്ന് പറയുന്നത്. അടുത്ത അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷനാണ്. അപ്പം നമ്മളൊരു ബകാലയാണ് എന്ന് വിചാരിച്ച് നമ്മൾ വരുന്ന ആളുകൾ വരട്ടെ, വാങ്ങുന്ന ആളുകൾ വാങ്ങട്ടെ എന്നതിലപ്പുറം നമ്മുടെ ആ ലൊക്കാലിറ്റിയിൽ കഴിയാവുന്ന രൂപത്തിലുള്ള ഒരു മാർക്കറ്റിംഗ്, ഒരു ഫ്ലയേഴ്സ്. ഇപ്പം നമുക്കൊരു സാധനം ഏറ്റവും വില കുറച്ച് കിട്ടി. അപ്പം ആ വില കുറച്ച് കിട്ടിയത് വില കുറച്ച് കിട്ടിയത് ആരും അറിയണ്ട. ഞാനിപ്പോൾ എപ്പോൾ എന്താണോ വിൽക്കുന്നത് ആ വിൽക്കുന്ന വിലക്ക് തന്നെയാണ് ഞാൻ വിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ബിസിനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. അപ്പം നമുക്ക് ഒരു ഓഫറിലൊരു സാധനം കിട്ടുമ്പം ഒരു ഫ്ലയർ ഉണ്ടാക്കിയിട്ട് ഇതിന് ഓഫറുണ്ട് എന്ന് പറഞ്ഞ് ഇവർ ചെറിയൊരു ബകാലയാണെങ്കിലും വലിയ സൂപ്പർ മാർക്കറ്റുകൾ ചെയ്യുന്നത് പോലെ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ആളുകൾക്ക് ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരം മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ ക്യാമ്പയിനുകൾ കൊണ്ട് നമുക്ക് സാധിക്കും. അത് ബകാലയിൽ അനിവാര്യമാണ്. ഇതൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ ബിസിനസ് നമ്മളറിയാതെ താന്ന് പോകുന്നത്. ഈ ബകാലയുടെ ഒരു പ്രത്യേകതയാണ്. ഈ ബിസിനസ് കുറഞ്ഞിതിങ്ങനെ ശോഷിച്ചത് കൂട്ടുന്നൊരവസ്ഥയിലേക്ക് വരും. അപ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക, അപ്പം നമ്മൾ ആക്ഷൻ എടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. വേറെ ആറാമത്തെ ഒരു പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് സ്റ്റോറിൻ്റെ ലേഔട്ട് ആൻഡ് ഡിസൈനാണ്. ഇപ്പം ഷോപ്പ് ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത്, അപ്പോൾ അയാൾ വാങ്ങിപ്പോയി. അങ്ങനെ ഒരു ആഴ്ച കഴിഞ്ഞ് അയാൾ വന്നു, ഷോപ്പ് വേണമല്ലോ. അപ്പോൾ ഷോപ്പ് അവിടെ ആയിരുന്നല്ലോ, അവിടെ പോയി നോക്കുമ്പോൾ ഷോപ്പില്ല. അപ്പോൾ ഷോപ്പ് അവിടെ നിന്ന് നോക്കി, അവിടെ ഇല്ല. ഇന്ന് അവിടെ നിന്ന് നോക്കി, ഇവിടെ ഇല്ല. എന്നാൽ ഷോപ്പ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ലേഔട്ട് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മളതുവരെ പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മുടെ ബകാല നമ്മൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ ഷോപ്പ് ഇവിടെയാണോ, ഇവിടെ തന്നെ ആയിരിക്കണം ഷോപ്പ്. ഇനി വരുന്ന ആൾക്ക്, ഇവിടുന്ന് എടുത്തു പോയ ഒരാൾക്ക് വീണ്ടും വരുമ്പം അദ്ദേഹത്തിന് ഷോപ്പ് വേണമെങ്കിൽ അവിടെ നിന്ന് തന്നെ എടുക്കാൻ പറ്റിയ രൂപത്തിലേക്ക് വേണം. ഏഴാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നല്ല ഇൻവെൻട്രി മാനേജ്മെൻറ്റാണ്. അപ്പം ഷോപ്പ് നല്ല കച്ചവടം, അത് കഴിഞ്ഞു. പിന്നെ ഇയാൾ മറന്നു ഷോപ്പിൻ്റെ കാര്യം. ഇയാൾ ഈ മൊബൈലൊക്കെ കളിച്ച് വാട്സപ്പിലൊക്കെ കളിച്ച് അങ്ങനെ മറന്നുപോയി. അടുത്ത ആൾ വന്നു, അല്ല ഷോപ്പില്ലേ, ഷോപ്പ് കഴിഞ്ഞില്ലേ, നാളെ വരട്ടോ, മറ്റന്നാൾ വരട്ടോ. അല്ല, അപ്പോൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ചെറിയൊരു സ്റ്റോറായിരിക്കും, പക്ഷെ അവിടെ എല്ലാ ഡൈവേഴ്സിഫൈഡ് ആയ പ്രൊഡക്റ്റുകളും അവൈലബിൾ ആയിരിക്കണം. ഒരു സാധനം കഴിഞ്ഞാൽ അപ്പം അത് വിളിച്ച് എഴുതി വെച്ച് നോട്ട് ചെയ്ത് അത് പെട്ടെന്ന് അവിടേക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരു ബകാല കാണണം. നമ്മളൊരു ബകാലയാണെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും ഒരു മിനി മാർക്കറ്റ് ആണെങ്കിലും ഒരു ഗ്രോസറി ആണെങ്കിലും ഒക്കെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ്, ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ആ ഒരു ലെവലിൽ ചിന്തിച്ച് നമ്മുടെ ബിസിനസ് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണം. എട്ടാമതൊരു കാര്യം പറഞ്ഞാൽ കോമ്പറ്റീറ്റീവ് പ്രൈസിംഗ് ആണ്. ഇപ്പോൾ പല ആളുകളും പ്രൈസ് നോക്കി കയറുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ടാവും. പ്രൈസിന് വളരെ കോൺഷ്യസ് ആയിരിക്കും. അപ്പം അത്തരം ആളുകളും നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് വരണം. അപ്പോഴേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കാരണം അവരൊരു വലിയ സമൂഹമാണ്. അപ്പം അവർക്ക് ഓഫറിന് സാധനങ്ങൾ ഉള്ള ലാഭമെടുത്ത് ചില ബകാലയിൽ ചെന്നാൽ അവിടെ എല്ലാത്തിനും പ്രൈസ് കൂടുതലാണ്. അവിടെ എപ്പോഴും ഒരു 500 ഫെൽസ് കൂടുതലാണ്, അവിടെ പിന്നെ 50 ഹലാല കൂടുതലാണ് എന്ന് പറയുന്നതൊരു മൗത്ത് ഓഫ് മാർക്കറ്റിംഗ് നടക്കും. അപ്പം നല്ല കോമ്പറ്റീറ്റീവ് പക്ഷേ മാന്യമായ റീസണബിളായ ഒരു പ്രൈസിങ് ആയിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. വേറെ ഒന്ന് ടെക്നോളജി ഇൻ്റഗ്രേഷനാണ്. അഥവാ പിന്നെ പല ബകാലകളും കണ്ടിട്ടുണ്ട്, അവർക്ക് വിളിക്കാനൊരു നമ്പർ, വാട്സപ്പിൽ അവരുടെ ഫ്ലയേഴ്സ് അവരുണ്ടാക്കിയിടുന്നു. അപ്പം ടെക്നോളജി എന്താണോ ഉള്ളത് അത് ഈ ചെറിയ ഒരു ബിസിനസ്സിന്, ചെറിയ ഒരു മാർക്കറ്റിന് ഫിറ്റാകുന്ന രൂപത്തിൽ ഉണ്ടാക്കി അത് അവതരിപ്പിക്കുന്നു. അതിലൂടെ കുറേ ബിസിനസ് വരുന്നുണ്ട്. ഇപ്പം ഹോം ഡെലിവറിയിൽ ഒരു 15-20% ബിസിനസ് ഹോം ഡെലിവറിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ പാട്ടാണ്, അത് നമുക്ക് അങ്ങ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജി ഇൻ്റഗ്രേഷൻ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കണം. വേറൊന്നാണ് അവസാനത്തിൽ 10ാമത്തെ പോയിന്റ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോർ നിൽക്കുന്ന ലൊക്കാലിറ്റിയിൽ ഒരു പബ്ലിക് പ്രോഗ്രാം വന്നാൽ അവിടെ നമ്മുടെ സ്പോൺസർഷിപ്പ് ഉണ്ടാവണം. സ്പോൺസർഷിപ്പ് ചോദിക്കുമ്പോൾ അതൊന്നും നമ്മൾ കൊടുക്കാറില്ല. അല്ല, നമ്മുടെ സാധനം വാങ്ങുന്ന ആളുകളിലേക്ക് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ പോകണമല്ലോ. അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അതിൻ്റെ സ്പോൺസർഷിപ്പിൽ നമ്മൾ ആക്റ്റീവ് ആവണം. ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഇവൻ്റ് സംഘടിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് ഒരു സ്പോൺസർ കൊടുക്കണം. അപ്പോൾ നമ്മളൊരു ബോർഡറ വെക്കണം. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നല്ലേ, എന്നാലും അത് ഒരു സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഗിവ് ഇറ്റ് ബാക്കാണ്, അല്ലേ? നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നൊരു കോൺട്രിബ്യൂഷനാണ്. അതും കൂടെ അതിലേക്ക് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ബിസിനസ് ആണെങ്കിലും ഇതിലെല്ലാം കൗണ്ട് ചെയ്യും.
ഇതിലെല്ലാം കൗണ്ട് ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കസ്റ്റമേഴ്സ് വേണം. എന്നും വരുന്നവർ എപ്പോഴും വരണം. എപ്പോഴും നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വേണം. അത് കൂടി വരണം. ആളുകൾ നല്ലത് പറയണം നമ്മളെക്കുറിച്ച്. ഈ ബഗാലയെക്കുറിച്ച് ആളുകൾ നല്ലത് പറയണം. അപ്പം കൂടുതൽ ആളുകൾ വരും. അപ്പോൾ പുതിയ താമസക്കാർ വരുമ്പോൾ അവർ പറയും അവിടെ താഴെ കടയുണ്ട്, അവിടെ വാട്സപ്പ് നമ്പർ കിട്ടും, അതിൽ പറഞ്ഞാൽ അവർ എത്തിച്ചു തരും. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെക്കുറിച്ച് അപ്പോൾ ഒരു ചെറിയൊരു പ്രസ്ഥാനമാണെങ്കിലും ആ പ്രസ്ഥാനം ഒരു സിസ്റ്റമാറ്റിക്കായി ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നടത്താൻ പറ്റിയാൽ ഏറ്റവും നല്ല ഒരു സംവിധാനമാണ് ബഗാല എന്ന് പറയുന്നത്. അപ്പം അത് നമുക്കിപ്പം ഒരുപാട് ബഗാലയുടെ ചെയിൻ നടത്തുന്ന ആളുകളുണ്ട്. 10ഉം 12ഉം 20ഉം ബഗാലകളൊക്കെ നടത്തുന്ന, വളരെ വിജയകരമായി നടത്തുന്ന ഒരുപാട് മലയാളികളെ നമുക്ക് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബഗാല ബിസിനസ്സാണ്. ബഗാല ബിസിനസ്സിനെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയ 1 ലൊക്കേഷനാണ്, 2 നല്ല ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ആയ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരണം, 3 നല്ല സർവീസ് കൊടുക്കണം, 4 നമ്മളാണ് അവിടുത്തെ ഏറ്റവും പ്രധാനം. അപ്പുറത്തെ കടയിലൊന്നും നമ്മളെ കിട്ടൂല. അപ്പം നമ്മൾ വളരെ ഇടപെട്ടുകൊണ്ട് സജീവമായിട്ട് ആ ബിസിനസ്സിനെ വളർത്തണം. വേറൊന്ന് കഴിയാവുന്ന രൂപത്തിൽ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ നടത്തണം. നമ്മുടെ സ്റ്റോറിൻ്റെ ലേഔട്ടും ഡിസൈനൊക്കെ വളരെ പ്ലാൻ ചെയ്ത് അതൊരു കൺസിസ്റ്റൻ്റ് സ്വഭാവത്തിൽ അത് നിലനിർത്തണം. സാധനങ്ങളൊക്കെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് വളരെ ക്ലിയറായിട്ട് നമ്മൾ ചെയ്യണം. ഒരു സാധനം കഴിഞ്ഞാൽ അപ്പം തന്നെ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റിയ രൂപത്തിലേക്ക് ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യണം. നല്ല കോമ്പറ്റീറ്റീവായ പ്രൈസിങ് നമുക്ക് കൊടുക്കാൻ പറ്റണം. കഴിയാവുന്ന രൂപത്തിലൊക്കെ ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്സുകളിൽ നമ്മുടെ ഈ ബഗാലയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ വന്നാൽ എല്ലാ ബഗാല ബിസിനസ്സും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. വീണ്ടും മറ്റൊരാശയവുമായി കാണാം. താങ്ക് യു വെരി മച്ച്.